ഹലോ, നമുക്കൊരു സ്ഥലം വരെ പോകാമേ. ഇതാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പം അങ്ങോട്ട് പോകാനായിട്ട് പപ്പ എനിക്ക് കൊണ്ടുപോകാനുള്ള വണ്ടി എടുത്ത് പുറത്തോട്ട് വെച്ച് തരുന്നുണ്ട്. പിന്നെ വിച്ചും കാശിയും ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. ഞാനും അമ്മയും ഈ വണ്ടിക്ക് പോകാമെന്ന് വെച്ചു. അപ്പം ഇതാണ് AB സ്റ്റോഴ്സ്, ഞങ്ങളുടെ കടയാണ്. അപ്പോൾ കടയിൽ നിന്ന് എനിക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കടയിൽ നിന്ന് എടുത്തു. AB സ്റ്റോഴ്സ്, A അഞ്ജു, അഖിൽ, അജിത, B ബാബു, അങ്ങനെ ഞങ്ങളുടെ 4 പേരുടെയും കൂടെ പേരിൻ്റെ ഒരു ഷോർട്ടാക്കിയിട്ടാണ് പപ്പ കടയ്ക്ക് പേരിട്ടിരിക്കുന്നത്, AB സ്റ്റോഴ്സ്. ഇതാ നമ്മളവിടെ എത്തി. വേറെങ്ങുമല്ല, ഇതാണ് എൻ്റെ അമ്മ വീട്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഞാൻ ഏറെ ചിലവഴിച്ച എൻ്റെ ഒരു കൊച്ചു സ്വർഗ്ഗമാണ് എൻ്റെ അമ്മ വീട്. പിന്നെ അമ്മച്ചിയമ്മയ്ക്ക് ഒരുപാട് എന്താ പറയുക, ചെടികളും പിന്നെ ഈ പഴവർഗ്ഗങ്ങളും അങ്ങനെയൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് പേരയ്ക്ക ആണ് ഞാൻ ഇപ്പോൾ എടുത്തത്. അത് കടിച്ച് പറിച്ച് തിന്നത് പോവുക ഇങ്ങനെ. അവിടെ എല്ലാം ഒന്ന് കറങ്ങി കാണാൻ തന്നെയുണ്ട്. അതായത് കാന്താരി മുളക്, പിന്നെ ചീമപ്പുളി, ചെറുനാരകം, പിന്നെ കാപ്പിക്കുരു, പിന്നെ എന്താ പറയുക കുരുമുളകുണ്ട് അവിടെ. പിന്നെ ഈ പറങ്ങാപ്പഴമില്ലേ, പറങ്ങാപ്പഴം അതായി വരുന്നതേ ഉള്ളൂ, ജസ്റ്റ് ഇതാവുന്നേ ഉള്ളൂ. റംബൂട്ടാൻ. പിന്നെ അമ്മയ്ക്ക് ചെടി ഒരുപാട് ഇഷ്ടമാണ്. ഇതിലും ഒരുപാട് ചെടികളുണ്ടായിരുന്നു. അമ്മ ഇപ്പോൾ ഡൽഹിയിൽ പോയപ്പം കുറേ ചേച്ചിക്ക് കൊടുത്തു വിട്ടു. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്, നല്ല കാറ്റും. കാശിയിലേക്ക് മാങ്ങ കഴിച്ചിരിക്കുക. ഇത് കാച്ചൂട്ടൻ്റെ പേരിടീലിൻ്റെ ഫോട്ടോയാണ്. ഇത് അമ്മ വിളക്ക് വയ്ക്കുന്ന സ്ഥലം. പിന്നെ കാശിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോ. ഇതാണ് ഞങ്ങൾ 10 കൊച്ചുമക്കളിൽ മൂത്തത് ചേച്ചി. ഞങ്ങൾ 10 പേരിൽ 8 പേരുണ്ട്. എൻ്റെ കല്യാണ ഫോട്ടോയാണ്. പിന്നെ ഇത് അമ്മിണിയമ്മയുടെ 4 പെൺമക്കളും ഒരു മകനും. പിന്നെ ഈ മാവയിൽ നിന്ന് വീഴുന്ന മാങ്ങയെല്ലാം അമ്മ വലിയ കുപ്പികളിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ച് മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ കൊടുക്കാനായിട്ട്. ഇത് എനിക്കും തന്നോടും അമ്മ തൃശ്ശൂർ കൊണ്ടുപോകാനായിട്ട്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് കറങ്ങി അടിച്ച് നടന്ന് പിന്നെ അമ്മയുടെ വക ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നാട്ടു വർത്താനമൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ച് 4 തലമുറകൾ നിരുന്നു. ഞാൻ, അമ്മ, അമ്മച്ചിയമ്മ, കാശൂട്ടൻ. പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല കൊതുക്. കാര്യം 4 ചുറ്റും റബ്ബറും തോട്ടം ആയതുകൊണ്ടേ നല്ല കൊതുകിൻ്റെ ശല്യമുണ്ട്. പിന്നെ അമ്മ പുല്ല് പറിച്ചുകൊണ്ട് വന്ന് പുകച്ച് വിളക്ക് വെക്കാൻ സമയമായി. പിന്നെ അമ്മ വിളക്ക് വെക്കാൻ പോയി. അപ്പോൾ ഞങ്ങളും തിരിച്ച് വരാമെന്ന് വിചാരിച്ചു വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം ഏറെക്കുറെ ഞാൻ ചിലവഴിച്ച് കളിച്ച് നടന്ന എൻ്റെ ഒരു കൊച്ചു സ്വർഗം തന്നെയാണ് എൻ്റെ അമ്മ വീട്. അതുപോലെ എൻ്റെ അമ്മച്ചിയമ്മയുടെ ഫുഡ് ഒരു രക്ഷയില്ല. അത് എന്താ പറയുക, ഇപ്പോൾ എപ്പോൾ ചെന്നാലും ഓടിപ്പോയിട്ട് അമ്മ എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ആദ്യം നോക്കുക. എന്നിട്ട് ഇച്ചിരി എത്ര വയറെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് ഇച്ചിരി ചോറുണ്ണാതെ എത്ര തിരക്കാണേലും വരില്ല. പിന്നെ അമ്മ വിളക്കൊക്കെ വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ